3 ഓഡിയോ സന്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയും തമ്മിൽ സംസാരിച്ച ഓഡിയോ സന്ദേശങ്ങളായിരുന്നു അത് 3. ആ ശബ്ദ സന്ദേശങ്ങളാണ് നിലവിൽ പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചത്. അതിനുശേഷം പെൺകുട്ടിയുടെ ഓഡിയോ കൂടി എടുത്തിരുന്നു. സാമ്പിൾ ശേഖരിച്ച ശേഷം ഇത് രണ്ടും ചേർത്ത് മാച്ചാകുന്നുണ്ടോ എന്ന് നോക്കിയാണ് നിലവിൽ നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ AI സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡബ് ചെയ്ത് പുതുതായി ഉൾപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണമാണ്, പരിശോധനയാണ് പ്രത്യേക അന്വേഷണ സംഘം ഫോറൻസിക് നൽകി ശേഖരിച്ചത്. അതിലാണ് നിലവിൽ ഈ ശബ്ദ സന്ദേശങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശങ്ങൾ പൂർണ്ണമായും രാഹുലിൻ്റെതാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾക്കായി ഈ ശബ്ദം അയക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയത് ഈ ഓഡിയോ സന്ദേശം തൻ്റെ തന്നെയാണ്, താൻ സംസാരിച്ച ശബ്ദം തന്നെയാണ് വന്നത് എന്നുള്ളതായിരുന്നു രാഹുലും വ്യക്തമാക്കിയത്. എന്തായാലും കൂടുതൽ കുരുക്ക് മുറുകുന്ന നിലയിലാണ് ഈ ശബ്ദ സന്ദേശം കൂടി രാഹുലിൻ്റേത് തന്നെയാണ് എന്ന് വ്യക്തമാകുമ്പോൾ എത്തുന്നത്. രാഹുലിനായി കൂടുതൽ ശക്തമായ അന്വേഷണത്തിലേക്ക്, രാഹുലിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ വിവിധ ജില്ലകളിലായി നടത്താനും ഒപ്പം തന്നെ കേരളം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പരിശോധന വ്യാപിപ്പിക്കാനുമുള്ള തീരുമാനത്തിലേക്ക് ഒക്കെ എത്തിയിട്ടുണ്ട്. ബന്ധുക്കളിൽ നിന്നും ഒപ്പം തന്നെ സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം നിലവിൽ മൊഴി ശേഖരിച്ചിട്ടുണ്ട്. അവരുടെ നീക്കങ്ങൾ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് നിലവിൽ എന്തായാലും അന്വേഷണ സംഘം നടത്തുന്നത്. മറ്റന്നാളാണ് ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടത്. പക്ഷേ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിനു മുമ്പ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള നിയമോപദേശം നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണവും അതിന്റെ മേൽനോട്ടവും ഒക്കെ പുരോഗമിക്കുന്നത്. നിലവിൽ DGP തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഏതെങ്കിലും ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അവിടെയും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് മേധാവിയും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തുക, കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുക, അത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതുകൂടി കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് നിലവിൽ എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത്.